നമസ്കാരം. +1 മാത്സിലെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ലെസണിൽ എക്സസൈസ് 3.3 ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ വരെയുള്ള പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിപ്പം ഏതാണ്ട് ഒരു 11ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് എക്സസൈസ് 3.3 12ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾക്ക് ഇങ്ങനെ sin² 6x - sin² 4x ആണ് തന്നിരിക്കുന്നത്. നമ്മളിതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്ത് എഴുതാം. sin² 6x - sin² 4x എന്ന് എഴുതാം. ഇതിനെ നമ്മൾ a² - b² എന്നുള്ള ഫോർമുലയിലാണ് ഇരിക്കുന്നത്. നമ്മളിതിനെ എന്ത് ചെയ്യും? a + b × a - b എന്ന് എഴുതാം. sin 6x + sin 4x × sin 6x - sin 4x എന്ന് എഴുതാം. ഇത് നമ്മൾ പഠിച്ച ഫോർമുലയാണ് sin x + yയുടെ ഫോർമുല. അതുപയോഗിച്ച് sin x + yയുടെ ഫോർമുല എന്തായിരുന്നു? 2 sin a + b / x + y/2. അപ്പോൾ 2 sin x + y/2 cos x - y/2. ഇതാണ് ആദ്യത്തെ ഈ രണ്ട് സെക്ഷനിലും ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത്. ഇനി ഇവിടെ ഉപയോഗിക്കുമ്പോൾ എന്ത് വരും? 2 cos x + y/2 എന്നാണ് വരിക. 6x + 4x/2 × sin 6x - 4x/2 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? 2 6 4 10/2 എന്ന് പറഞ്ഞാൽ 5x വരും. sin 5x വരും. ഇവിടെ cos ഓഫ് 6 - 4 എന്ന് 2x/x എന്ന് പറയുമ്പോൾ x വരും. ഇനി × 2 ഇവിടെ വീണ്ടും cos 10x/2 എന്ന് പറയുമ്പോൾ 5x വരും. ദെൻ sin x എന്ന് വരും. ഇപ്പോൾ ഇതിൽ ഇവിടെ cos 5x ഉണ്ട്, sin 5x ഉണ്ട്, ഒരുമിച്ച് എഴുതാം. 2 sin 5x × വെറുതെ ഇതെല്ലാം മൾട്ടിപ്പിൾസ് അല്ല, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതാം. ഇങ്ങനെ എഴുതുന്നു. 2 sin x cos x. അതായത് ഈ cos xനെ ഇപ്പുറത്തേക്കും ഈ cos xനെ ഇപ്പുറത്തേക്കും ഇടുകയാണ്. കാരണം ഇതെല്ലാം ഇൻറ്റുകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് റീഓർഡർ ചെയ്ത് എഴുതാം. അപ്പോൾ ഇത് മാത്രം എടുത്താൽ നമുക്ക് കാണാം ഇത് 2 sin x cos xൻ്റെ ഫോർമുലയിലാണ്. അപ്പോൾ അത് sin 2x ആയി മാറി. 2 sin x cos x എന്ന് പറഞ്ഞാൽ എന്താണ്? sin 2x. അപ്പോൾ ഈ എക്സിൻ്റെ സ്ഥലത്ത് ഇവിടെ 5x ആണ്. അപ്പോൾ അതാണ് അത് sin 2 × 5x എന്ന് വരും. അതുപോലെ തന്നെ ഇവിടെ 2 sin x cos x എന്ന് പറഞ്ഞാൽ sin 2x ആണ്. കണ്ടോ? അപ്പോൾ ഇവിടെ x ആണെങ്കിൽ അതിൻ്റെ ഡബിളാണ് ഇവിടെ വരുന്നത്. അതാണ് ഇവിടെ 2 × 5x എന്ന് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു sin 10x × sin 2x. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത് ഇവിടെ പ്രൂവ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു x എഴുതാൻ വിട്ടുപോയതാണ്, അവിടെ x ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലെ തന്നെ വരുന്ന ചോദ്യമാണ് അടുത്തത്. നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്ന കാര്യമുള്ളൂ. ഇതിൽ cos 2x + cos 6x എന്ന് എഴുതണം. പിന്നെ അതുപോലെ അതായത് a² - b² എന്ന് പറയുമ്പോൾ a + b × a - b. അപ്പോൾ ഇങ്ങനെ a + b × a - b എന്ന് എഴുതാം. ഇനി പ്ലസ് ആണെങ്കിൽ അത് രണ്ടിടത്തും cos ആണ് വരിക. 2 cos 6 + 2 എന്ന് പറയുമ്പോൾ 8, 8/2 എന്ന് പറയുമ്പോൾ 4. പിന്നെ അടുത്തതും cos തന്നെയാണ് വരിക. 2 - 6 എന്ന് പറയുമ്പോൾ -4, 4/2 എന്ന് പറയുമ്പോൾ 2. കോസിൻ്റെ ഉള്ളിലായ കാരണം മൈനസ് പുറത്തേക്ക് വരില്ല, അപ്പോൾ അതങ്ങനെ തന്നെ നിൽക്കും, മൈനസ് ഉണ്ടാവില്ല. ഇനി ഇവിടെ cos x - sin x എന്ന് പറയുമ്പോൾ ഇവിടെ -2 വരും. രണ്ടും സൈനാണ് വരിക. 6 2 8/2 4x. ദെൻ 2 - 6 എന്ന് പറയുമ്പോൾ -4/2 എന്ന് പറയുമ്പോൾ -2x. അപ്പോൾ ഇവിടെ ഈ മൈനസ് പുറത്തേക്ക് വരും, കാരണം ഇവിടെ -2x ആണ്. സൈൻ്റെ ഉള്ളിൽ നെഗറ്റീവ് പുറത്തേക്ക് വരും. ഇതൊക്കെ ഇൻറ്റു ആണ്. വീണ്ടും നേരത്തെ തൊട്ട് മുമ്പ് കണക്കിൽ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ ഈ മൈനസും കൂടി പോസിറ്റീവ് ആവും. 4xകളൊക്കെ ഒരുമിച്ച് sin 4x ഇങ്ങനെ ഒരുമിച്ച് എഴുതാം. ഇവിടെ 2xകളൊക്കെ ഒരുമിച്ചും എഴുതാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് sin 4x cos 4x 2 പറഞ്ഞാൽ അത് sin 2x എന്നുള്ള ഫോർമാറ്റിൽ എഴുതാം. 2 × 4x ഇവിടെ sin 2 × 2x എന്ന് വരും. അപ്പോൾ sin 8x sin 4x എന്നും കിട്ടും. കണ്ടോ? ഇവിടെ sin 2xൻ്റെ ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. sin 2x + 2 sin 4x + sin 6x. ഇതിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്ത് എഴുതാണ്. sin 2x എടുത്ത് എഴുതുമ്പോൾ തന്നെ ഇയാളും ഒരുമിച്ചാണ് എഴുതുന്നത്. മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ 2 എടുക്കണതാണ്. അത് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ നമ്മളിതിന് മുമ്പത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ കണ്ടതാണ്. ഇനി ഇവിടെ നമ്മൾ വീണ്ടും ഈ സെയിം ഫോർമുല അപ്ലൈ ചെയ്യണം. അപ്പോൾ അതാണ് ഇതിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല. ഇതാണ് എപ്പോഴും യൂസ് ചെയ്യുക. 2 sin 2 + 6 എന്ന് പറയുമ്പോൾ 4, 8, 8/2 എന്ന് പറയുമ്പോൾ 4x. ഇനി അടുത്ത് വരുന്നത് cos ആണ്. 2 - 6 എന്ന് പറയുമ്പോൾ -4, -4/2 എന്ന് പറയുന്നത് -2x.
കോസിൻ്റെ കൂടെ ഇത് നെഗറ്റീവ് പുറത്തേക്ക് വരില്ല, അതുകൊണ്ട് നെഗറ്റീവ് ഇടാൻ നിർബന്ധമില്ല. +2 sin 4x. ഇതിൽ നമുക്ക് കാണാം 2 sin 4x കോമൺ ആണ്, അത് പുറത്തേക്ക് എടുക്കാം. 2 sin 4x ഇൻറ്റു ഇവിടെ cos 2x എന്ന് എഴുതിയാൽ മതി എന്ന് പറഞ്ഞല്ലോ, +1. ഇനി നമുക്ക് 2 sin 4x നമ്മൾ ഉത്തരം ഒന്ന് നോക്കി നോക്കാം. 2 sin 4x കറക്റ്റാണ്. ഇനി ഇവിടെ ഒരു cos സ്ക്വയർ x ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് cos xൻ്റെ ഫോമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ cos സ്ക്വയർ x വരാനും cos xന് 3 ഫോമുല ഉണ്ട്. അപ്പോൾ cos സ്ക്വയർ x മാത്രം വരുന്ന ഫോമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. 2 cos സ്ക്വയർ x -1 പിന്നെ +1. ഈ +1 എന്ന് പറയുന്നത് ഈ +1 ആണ്. ഇത് cos xൻ്റെ ഫോമുലയിൽ വന്ന ഇതാണ്. ഫോമുല വീണ്ടും നിങ്ങൾക്ക് ഇതെങ്ങനെയാണെന്ന് മനസ്സിലാവണമെങ്കിൽ ഫോർമുല എടുത്ത് നോക്കി നോക്കാം. 3 ഫോമുല എഴുതിയിട്ടുണ്ട് cos xന്. അതിൽ ഈ ഫോമുലയാണ് നമ്മൾ എടുത്ത് എഴുതുന്നത്. അപ്പോൾ -1 +1 വരുമ്പോൾ അത് ക്യാൻസൽ ആവും. അപ്പോൾ 2 cos സ്ക്വയർ x മാത്രമാവും. ഇവിടുത്തെ ഈ രണ്ടും കൂടി 4 ആവും. ഈ 4 ഇതിനോട് ഗുണിക്കാൻ പറ്റുമോ? ഇല്ല, ഇത് സൈൻ്റെ ഉള്ളിലത്തെയാണ്, അത് അതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതണം. ഇൻറ്റു cos സ്ക്വയർ x. ഇതാണ് എൻ്റെ ആൻസർ. ക്ലിയറായി? 4ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. cot 4x ഇൻറ്റു ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. cot 4x ഇൻറ്റു sin 5x + sin 3x = ഇങ്ങനെ തന്നിരിക്കണം. നമുക്കിതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്ത് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ cot 4x ഇൻറ്റു sin 5x + sin 3x എന്ന് പറയുമ്പോൾ വീണ്ടും2 sin 5 + 3 8 8/2 4x. അടുത്തത് cos 5 - 3 2 2/2 എന്ന് പറയുമ്പോൾ 1 cos x. ഇത്രയാണ് വരിക. അപ്പോൾ എന്നിട്ട് നമ്മളിവിടുത്തെ ഈ 2 പുറത്ത് കിടന്നോട്ടെ. cot 4x വരുമ്പോൾ cot 4xന് എങ്ങനെ എഴുതാം? cos 4x sin 4x ഇൻറ്റു 2 sin 4x ഇൻറ്റു cos x. ഇപ്പോൾ ഈ sin 4xും ഈ sin 4xും ക്യാൻസലായി പോയി. നമുക്ക് ബാക്കി വരുന്നത് 2 cos 4xും cos x ആണ്. ഇതാണ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുന്നത്. നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കി നോക്കാം. ഇവിടെ cot x എന്നേ ഉള്ളൂ. അപ്പോൾ cot x ഇൻറ്റു sin 5x - sin 3x ആണ് വരുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് cos ആയിരിക്കും. 5 + 3 8 8/2 4x. പിന്നെ sin ഒരു 2 ഉണ്ട്. 5 - 3 2 2/2 1 sin x ഇങ്ങനെ വരും. ഈ cot xന് നമ്മൾ cos x sin x എന്ന് എഴുതാം. 2 cos 4x ഇൻറ്റു sin x എന്ന് എഴുതാം. അപ്പോൾ ഈ sin xും ഈ sin xും വെട്ടിപ്പോവും. ബാക്കിയുള്ള ആൾക്കാർ 2 cos x cos 4x കണ്ടു. ഇത് രണ്ടും ഈക്വലാണ്. അപ്പോൾ അത് ഈക്വലായി കേട്ടോ. അപ്പോൾ അടുത്ത് നോക്കാം. ഇതിൽ എല്ലാ പ്രോബ്ലംസും ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളവർ എല്ലാത്തിൻ്റെയും ടെക്സ്റ്റ് ബുക്കിൽ എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് ഞാൻ തരുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വീഡിയോയിൽ തന്ന ക്വസ്റ്റ്യൻസ് മാത്രം നന്നായി പഠിക്കുക. അതിനുശേഷം ഫസ്റ്റ് വീഡിയോയിൽ തന്ന ക്വസ്റ്റ്യൻസ് പഠിച്ചതിന് ശേഷം ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഇവിടെ നിന്ന് അങ്ങോട്ട് ക്വസ്റ്റ്യൻസും കുറച്ച് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതും നമ്മളിപ്പോഴും കാണാറുണ്ട് ഈ പാറ്റേൺ. നമുക്കിത് നോക്കി നോക്കാം. cos 9x - cos 5x. അപ്പോൾ അവിടെ എന്താണ് -2, രണ്ടും സൈനാണ് വരിക. കോസിൻ്റെ ഇടയിൽ മൈനസ് വന്നാൽ രണ്ടും സൈനാണ് വരിക. 9 + 5 എന്ന് പറയുമ്പോൾ 9 × 14/2 7x. വീണ്ടും സൈൻ 9 - 5 എന്ന് പറയുമ്പോൾ 4 4/2 എന്ന് പറയുമ്പോൾ 2x. ഇതിൻ്റെ അടിഭാഗം സൈൻ മൈനസ് സൈൻ ആകുമ്പം ഇവിടെ 2 വരും. മൈനസ് ആയ കാരണം കോസ് ആണ് ആദ്യം വരിക. 17 + 3 എന്ന് പറയുമ്പോൾ 20 20/2 എന്ന് പറയുമ്പോൾ 10x. 17 - 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 14/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14/2 എന്ന് പറഞ്ഞാൽ 7x. അപ്പോൾ ഇതിൽ ഈ 2ഉം ഈ 2ഉം ക്യാൻസലാവും. ഇതും ക്യാൻസലാവും. ബാക്കി വരിക -sin 2x cos 10x. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡും. ഇങ്ങനെ നമുക്കിത് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഈ 4 ഫോമുലയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതും ഈ ക്വസ്റ്റ്യനും അതേപോലെ തന്നെയാണ്. sin x + sin y. അപ്പോൾ വീണ്ടും 2 sin x + y/2 5 + 3 അതിങ്ങനെ എഴുതണമെങ്കിൽ എഴുതാട്ടോ. 5x + 3x/2 പിന്നെ cos 5x - 3x/2 അതുപോലെ /2 cos x + cos x. അപ്പോൾ രണ്ടും കോസാണ് വരിക. മൈനസ് ആണെങ്കിൽ രണ്ടും സൈനായാണ്. 5x + 3x/2 ഇൻറ്റു കോസ് 5x - 3x/2. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് രണ്ടും സെയിം ആൾക്കാരാണ്. കോസ് 5x - 3x/2 ഇത് അങ്ങനെ തന്നെ വെട്ടിപ്പോവും. അതും വെട്ടിപ്പോവും.
ഇനി ബാക്കി വരിക സൈൻ 8/2 എന്ന് പറയുമ്പോൾ 4x, കോസ് 8/2 എന്ന് പറയുമ്പോൾ 4x. ഇതാണ് ടാൻ 4x. കണ്ടോ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ചെയ്യുന്ന ചോദ്യമാണ്. സൈൻ എക്സ് മൈനസ് സൈൻ വൈ. അപ്പോൾ ഇവിടെ നമ്മൾ സൈൻ എക്സ് മൈനസ് സൈൻ വൈ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെയാണ്. അപ്പോൾ 2 കോസ് മൈനസ് വന്ന കോസാണ് തുടങ്ങാമെന്ന് പറഞ്ഞു. എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ഇനി അടിയിൽ കോസാണ്, രണ്ടും പ്ലസ് ആണെങ്കിൽ രണ്ടിടത്തും കോസ് ആയിരിക്കും. എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്, ഇത് രണ്ടും സെയിം ആണ്. ബാക്കി സൈനും കോസും ബൈ കോസും എന്നാണ് ടാൻ. കണ്ടോ, ഇത് തന്നെയാണ് ഇവിടെ വേണ്ടത്. സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാനാണ്, ആംഗിൾ സെയിം ആണല്ലോ. അങ്ങനെ എഴുതാം. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാമല്ലോ. ഇവിടെ എന്ത് വരും? 2 സൈൻ പ്ലസ് സൈൻ ആയി വേണം, സൈൻ തന്നെയാണ് വരിക. 3 + 1 4/2 2x. കോസ് 1 - 3 എന്ന് പറയുമ്പോൾ -2x. -/2 എന്നാണ് ഇത് വരില്ല. ഇനി ഇവിടെ കോസ് പ്ലസ് ആയി കാരണം രണ്ടും കോസ് ആയിരിക്കും. 3 + 1 4/2 2x. 1 - 3 -2x/2. അപ്പോൾ ഇത് വെട്ടിപ്പോയി, ഇത് വെട്ടിപ്പോയി. സൈൻ ബൈ കോസ് എന്ന് പറയുമ്പോൾ ടാൻ 2x. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൈൻ എക്സ് മൈനസ് സൈൻ 3x ഇതേപോലെ മൈനസ് ആയി കാരണം കോസ് എഴുതാം. 2 കോസ് എക്സ് പ്ലസ് 3x/2 സൈൻ എക്സ് മൈനസ് 3x/2 ബൈ. ഇവിടെ ഞാൻ എന്ത് ചെയ്തിരുന്നു? സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇത് നമ്മുടെ മൈനസ് കോസ് 2x ആണ്. തിരിച്ചമർച്ച എഴുതിയാൽ കോസ് 2x ആണ്. അപ്പോൾ തിരിച്ചമർച്ച എഴുതാനായിട്ട് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്നാക്കുന്നു. ഒരു മൈനസ് പുറത്തിരുന്നോട്ടെ ഒരു സൗകര്യത്തിന്. അതിന് നമ്മളിതിന് എന്ത് എഴുതണം? മോൾ ഭാഗം 2 കോസ് ഇതിവിടെ 3 - 4 4x/2 എന്ന് പറയുമ്പോൾ 2x. 2 കോസ് 2x. ഇവിടെ എക്സ് മൈനസ് 3x എന്ന് പറയുമ്പോൾ -2x. -2x/2 എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ എക്സ്. സൈൻ്റെ ഉള്ളിൽ മൈനസ് വന്നത് പുറത്തേക്ക് വരും. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ അഗെയിൻ കോസ് 2x ആണ്. ഇത് വെട്ടിപ്പോവും, മൈനസ് പ്ലസ് ആവും 2 സൈൻ എക്സ്. അതായത് ഈ ഫോർമുലാസ് നമ്മൾ ഈ 4 നമ്മൾ തെറ്റുകൂടാതെ പഠിക്കണം. അതാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ആ ഫോർമുലാസാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ ഇതിൽ ഓൾറെഡി വർക്കൗട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ലെങ്ത് ആവാണ്ടിരിക്കാൻ വീഡിയോ. ഇതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുകൾ ഭാഗത്ത് തന്നെ നമ്മൾ ഒന്ന് 4x ഒന്ന് 2x ആണ്. നമ്മൾ 4x-നെ 2x-നെ അടുപ്പിച്ച് എഴുതാണ്, 3-നെ നീക്കിയിട്ടും. അപ്പോൾ 4x 2x 3x ഇവിടെ എഴുതി. അതായത് വലുതിനും ചെറുതിനെയും അടുത്തേക്ക് എഴുതാണ്. താഴെയും അതുപോലെ 4x 3x 2x ആണ് കൊടുക്കണേ. മുകളിലൊക്കെ കോസും താഴെയൊക്കെ സൈനുമാണ്. അപ്പോൾ ഇവിടെയും 4x-നെയും 2x-നെ അടുത്ത് എഴുതി, 3x-നെ നീക്കി എഴുതി. അങ്ങനെ എഴുതിയാലുള്ള ഗുണം നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എഴുതുമ്പോൾ കാണാം. ഇവിടെ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യണോ, രണ്ടിടത്തും കോസാണ്. അപ്പോൾ ആൻസറിലും രണ്ടും കോസ് തന്നെയായിരിക്കും. 2 cos a + b/2 cos a - b/2 പ്ലസ് കോസ് 3x ഒന്നും ചെയ്തിട്ട് ഇവിടെ വെച്ചു. താഴെ രണ്ടും സൈനായ കാരണം ആദ്യത്തെ സൈനും പിന്നത്തെ കോസാണ് വരിക. പ്ലസ് 2 സൈൻ 4x + 2x/2 കോസ് 4x - 2x/2. സൈൻ 3x ഒന്നും ചെയ്തിട്ടില്ല, അത് ഇവിടെ തന്നെ എഴുതി വെച്ചു. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താവും? 4 + 2 6/2 എന്ന് പറയുന്നത് 3 ആണ്. 2 കോസ് 2 എഴുതി, കോസ് എഴുതി. ഇവിടെ 4 + 2 എന്ന് പറയുന്നത് 6/3 കോസ് 3x. ഇവിടെ 4 - 2 എന്ന് പറയുന്നത് 2/2 1. അപ്പോൾ കോസ് x. കോസ് 3x-ന് ഇപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല, ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെയും 2 സൈൻ, ഇവിടെ 3x വരും, ഇവിടെ കോസ് x വരും. ഈ സൈൻ 3x ഒന്നും ചെയ്തിട്ടില്ല, പ്ലസ് സൈൻ 3x മറ്റൊന്നും ഇവിടെ കിടക്കണം. ഇനി നോക്കുമ്പോൾ കാണാം നമുക്കിവിടെ കോസ് 3x-ഉം സൈൻ 3x-ഉം കോമൺ ആണ്. അവർ രണ്ടുപേരും കോമണായി പുറത്തേക്ക് എടുക്കണം. അപ്പോൾ കോസ് 3x ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കോസ് 3x ഇല്ല. ബാക്കി ഉണ്ടാവുക 2 cos x + 1. അതിങ്ങനെ വരും. ഇവിടെ സൈൻ 3x പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 2 cos x + 1 തന്നെയാണ് ഇവിടെ വരിക. അപ്പോൾ ഈ ബ്രാക്കറ്റിലുള്ള രണ്ടാൾക്കാരും കോമൺ ആണ്, അത് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ഇതെന്ത് വരും? cot 3x. ഇത് തന്നെയാണ് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏതാണ് പ്രൂവ് ചെയ്തത്? മുമ്പ് ഇതുപോലെ tan 3x-ൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടായിരുന്നു. അവിടെ നമ്മൾ tan 3x എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ ഇത് cot 3x എന്ന് സ്റ്റാർട്ട് ചെയ്യാം. cot 3x സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് cos 3x sin 3x എന്ന് വരും. ഇതിനെ cos of 2x + x എന്നും താഴെ sin of 2x + x എന്ന് എഴുതും.
ഇതിൻ്റെ ഫോർമുല പ്രകാരം ഇത് എക്സ്പാൻഡ് ചെയ്യും. cos 2x cos x മൈനസ് sin 2x sin x ബൈ സൈൻ്റെ ഫോർമുലയിൽ sin 2x cos x പ്ലസ് cos 2x sin x എന്ന് വരും. നമ്മൾ ഇതൊരു ടാനിൽ ചെയ്തപ്പോൾ എല്ലാത്തിനെയും sin x cos x ആണ് sin 2x sin എല്ലാത്തിനെയും cos 2x cos x കോസുകളോടാണ് ഡിവൈഡ് ചെയ്തത് ടാൻ കിട്ടാനായിട്ട്. ഓർമ്മയില്ല, cos x cos y ആണ് ഡിവൈഡ് ചെയ്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, കോട്ടാണ് വരേണ്ടത്, അപ്പോൾ താഴെ വരേണ്ടത് സൈനാണ്. അതുകൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡഡ് ബൈ sin 2x sin x എല്ലാ ടൈമിനെയും തോറും ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ cos 2x cos x ബൈ sin 2x sin x മൈനസ് sin 2x sin x ബൈ sin 2x sin x all divided by താഴെയുള്ള ടേമിനെയും sin 2x cos x ബൈ sin 2x sin x, അതായത് ഇതിൻ്റെ താഴെയും എഴുതണം, ഇനി ഇതിൻ്റെ താഴെയും കൂടി എഴുതും, പ്ലസ് cos 2x sin x ബൈ sin 2x sin x. അപ്പോൾ ഈ sin x വെട്ടിപ്പോയി, sin 2x വെട്ടിപ്പോയി, ഇവിടെ ആരും വെട്ടിപ്പോണില്ല, ഇവിടെ എല്ലാവരും വെട്ടിപ്പോയി. അപ്പോൾ cot 3x ഈക്വൽ ടു ഇവിടെ ഇത് വെട്ടിപ്പോയി, ഇവിടെ ആരും വെട്ടിപ്പോണില്ല എന്നല്ലേ പിന്നെ cot 2x cot x മൈനസ് 1 ബൈ cot x പ്ലസ് cot 2x ഇങ്ങനെ വരും. ഇനി ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ വരുന്നത് cot 3x ഇൻറ്റു cot x പ്ലസ്, അതായത് ഇതിനെ ഇങ്ങോട്ട് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇനി ഇതിനെയും കൂടി cot 3x ഇൻറ്റു cot 2x ഈക്വൽ ടു മോൾ ഭാഗം അങ്ങനെ തന്നെ ഇവിടെ ഇതാണ് cot 2x cot x മൈനസ് 1. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മൈനസ് 1 ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവർ രണ്ടുപേരും അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും, ഇതേ ആളെ കിട്ടും. കണ്ടു, ഈ രണ്ട് ടേമും മൈനസാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ലാസ്റ്റ് സ്റ്റെപ്പ് എഴുതിയിട്ടില്ല, നിങ്ങൾ തന്നെ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് tan 4x ഈക്വൽ ടു 4 tan x ഇൻറ്റു 1 മൈനസ് tan സ്ക്വയർ ബൈ 1 മൈനസ് 6 tan സ്ക്വയർ x പ്ലസ് tan റേസ് ടു 4x. ഞാൻ വീണ്ടും പറയുന്നു, ഇത് കുറച്ച് അവസാനത്തിന് തോറും കുറച്ച് ബുദ്ധിമുട്ടാണ്. തീരെ പറ്റാത്തവർ ആദ്യത്തെ വീഡിയോയിൽ എല്ലാതും എഴുതിയെടുക്കുക, പറ്റാവുന്നിടത്തോളം ക്വസ്റ്റ്യൻസ് പഠിക്കാം. ആദ്യത്തെ വീഡിയോകളിലത് നന്നായി പഠിക്കാം. tan 4x ഈക്വൽ ടു tan 2x പ്ലസ് 2x എന്ന് എഴുതാം. tan x പ്ലസ് വൈയുടെ ഫോർമുല പ്രകാരം ഇത് എക്സ്പാൻഡ് ചെയ്യാണ്. tan 2x പ്ലസ് tan 2x ബൈ 1 മൈനസ് tan സ്ക്വയർ 2x, അതായത് 2 tan 2x ബൈ 1 മൈനസ് tan 2x. tan 2xൻ്റെ ഫോർമുല തന്നെ ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു ഫോർമുലയുണ്ട്. tan 2x ഈക്വൽ ടു 2 tan x ബൈ 1 മൈനസ് tan സ്ക്വയർ x. അപ്പോൾ ഇത് പ്രകാരം ഡയറക്റ്റ് എഴുതാം. ഇനി tan 2xൻ്റെ സ്ഥലത്ത് ഇത് കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ tan 2x, ഈ tan 2xൻ്റെ സ്ഥലത്താണ് ഈ ഫോർമുല കൊടുക്കുന്നത്. 2 ഇൻറ്റു 2 tan x ബൈ 1 മൈനസ് tan സ്ക്വയർ x ബൈ 1 മൈനസ് tan സ്ക്വയർ 2xന് 2 tan x ബൈ 1 മൈനസ് tan സ്ക്വയർ x ഹോൾ സ്ക്വയർ കൊടുക്കണം. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു 2 4 എഴുതാം. 4 tan x ബൈ 1 മൈനസ് tan സ്ക്വയർ x. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഓരോന്നിനും വേറെ വേറെ സ്ക്വയർ കൊടുക്കണം. എന്നിട്ട് ഈ താഴെയുള്ള ടൈമിൽ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1 മൈനസ് tan സ്ക്വയർ x ഹോൾ സ്ക്വയർ x മൈനസ് ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2 4 tan സ്ക്വയർ x ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ x ഹോൾ സ്ക്വയർ x. കാരണം ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഓൾ ഡിവൈഡ് ബൈ ആക്കി. ഇനി നമുക്കറിയാം രണ്ട് ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മറച്ചിട്ട് ഗുണിക്കണം. അപ്പോൾ ആദ്യത്തെ ആളെ അങ്ങനെ തന്നെ ഇവിടെ എഴുതി, ഈ രണ്ടാമത്തെ ആളെ മറിച്ചിട്ടു. അപ്പോൾ ഇത് മുകളിൽ വന്നു, ഇത് താഴെയും വന്നു. താഴെ എഴുതിയപ്പോൾ ഇതിൻ്റെ ഹോൾ സ്ക്വയർ ഇത് എക്സ്പാൻഡ് ചെയ്തു. എ സ്ക്വയർ 1 സ്ക്വയർ മൈനസ് 2ab 2 ഇൻറ്റു tan സ്ക്വയർ x ഇൻറ്റു 1 പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ tan സ്ക്വയർ x ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ tan റേസ് ടു 4x മൈനസ് ഈ 4 tan സ്ക്വയർ സ്ക്വയർ അങ്ങനെ നിങ്ങൾ എടുത്ത് എഴുതി. ഇപ്പോൾ ഇതിലത്തെ ഒരെണ്ണം വെട്ടിപ്പോയി. ബാക്കി ഉണ്ടാവുക 4 tan x ഇൻറ്റു 1 മൈനസ് tan സ്ക്വയർ x ബൈ ഇതിനൊന്ന് ഭംഗിയാക്കുമ്പോൾ എന്ത് വരും, 1 മൈനസ് ഈ രണ്ടും 4 അപ്പോൾ 6 6 tan സ്ക്വയർ x പ്ലസ് tan റേസ് ടു 4x. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. cos 4x ഈക്വൽ ടു 1 മൈനസ് 8 sin സ്ക്വയർ x cos സ്ക്വയർ x പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. cos 4xനെ cos 2x ഇൻറ്റു 2x എന്ന് എഴുതി, 2 ഇൻറ്റു 2x എന്ന് എഴുതി. അപ്പോൾ അതിനെ 1 മൈനസ് 2 നമ്മുടെ cos 2xൻ്റെ ഫോർമുലയിൽ cos 2x ഈക്വൽ ടു 1 മൈനസ് 2 sin സ്ക്വയർ x എന്നുള്ള ഫോർമുലയിൽ അതിൽ അപ്ലൈ ചെയ്തു.
അപ്പോൾ ഈ സൈൻ സ്ക്വയർ എക്സിൻ്റെ സ്ഥലത്ത് ഇവിടുത്തെ 2x വന്നു, കാരണം cos 2 × 2x എന്നല്ല അപ്ലൈ ചെയ്ത്. അപ്പോൾ 1 - 2 ഇൻറ്റു സൈൻ 2x-ന് 2 sin x cos x എന്ന് കൊടുത്തു ഹോൾ സ്ക്വയർ. അപ്പോൾ 1 - 2 ഇൻറ്റു ഇതിനൊക്കെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? 4 sin സ്ക്വയർ x cos സ്ക്വയർ x എന്ന് വരും. അപ്പോൾ 1 - 4 × 2 8 sin സ്ക്വയർ x cos സ്ക്വയർ x. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ക്ലിയറായി? ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, അപ്പോൾ അതും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. cos 6x ആണ് കാണേണ്ടത്. cos 6xന് നിങ്ങൾക്ക് കാണാം 3 × 2x എന്നാണ് കൊടുത്തത്. എന്നിട്ട് cos 3xൻ്റെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 4 × cos ക്യൂബ്ഡ് 2x - 3 × cos 2x. ഇനി ഇവിടെ ക്യൂബിൽ cos 2xൻ്റെ ഫോർമുല കൊടുത്തു 2 cos സ്ക്വയർ x - 1 ഹോൾ ക്യൂബ്. cos 2xന് 3 ഫോർമുല ഉണ്ട്. ഇവിടെ എല്ലാവർക്കും കോസ് ആയി കാരണം കോസ് മാത്രമുള്ള ഫോർമുല കൊടുത്തു. ഇനി ഹോൾ ക്യൂബിൻ്റെ ഫോർമുലയാണ് a - b ഹോൾ ക്യൂബിൻ്റെ ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. a³ - 3a² b + 3ab² - b³. ഇതാണ് ഫോർമുല. അപ്പോൾ അതിൽ എയുടെ സ്ഥലത്ത് 2 cos സ്ക്വയർ എക്സും ബിയുടെ സ്ഥലത്ത് 1 കൊടുക്കുകയാണ്. അപ്പോൾ a³ ഹോൾ ക്യൂബ് എഴുതി -3 × a² × b എന്ന് പറയുന്നത് 1, 3 × a × b എന്ന് പറയുന്നത് 1 തന്നെ, -b³. ഇനി ബാക്കിയുള്ള -3 cos 2xന് -3 × cos 2xന് 2 cos സ്ക്വയർ x - 1 എഴുതി. ഇനി ഇതിനൊക്കെ ഒന്ന് ഭംഗിയാക്കാൻ പോവാണ്. 4 × 2ൻ്റെ ക്യൂബ് 8 × അപ്പോൾ ഈ 4 എന്ന് പറയുന്നത് ഇതിന് കോമൺ ആയിട്ട് പുറത്തിരിക്കുന്ന ആളാണ് കേട്ടോ. ഈ ആദ്യത്തെ ടേമിലേക്ക് മൊത്തമുള്ളതാണ്. അപ്പോൾ ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 8 × cos raised to 6x മൈനസ് ഈ 4 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു 4 × 3 സ്ക്വയർ ചെയ്യുമ്പോൾ 4 × cos raised to 4x പ്ലസ് ഈ 4 × 3 × 2 എന്ന് പറയുന്നത് 6, 4 × 6 × cos സ്ക്വയർ x മൈനസ് 1 × 4. ഇനി ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 2 6 cos സ്ക്വയർ x മൈനസ് പ്ലസ് 3. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 8 × 4 12 32 cos raised to 6x 4 3 12 × 4 48 cos raised to 4x 6 4 24 cos സ്ക്വയർ x നിന്ന് 6 cos സ്ക്വയർ x കുറയ്ക്കണം. അപ്പോൾ 18 cos സ്ക്വയർ x -4 + 3 -1. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ്. എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റാവുന്നിടത്തോളം ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക. താങ്ക് യു.